എല്ലാവർക്കും ഇഷ്ടമുള്ള പൊട്ടറ്റോ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഞാൻ 3 പൊട്ടറ്റോ എടുത്തിട്ട് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഗരം മസാല പൊടിയാണ്. അത് ഒത്തിരി ഒന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വെതറി കൊടുക്കാം. അതുപോലെ കുരുമുളകിൻ്റെ പൊടിയും ചെറുതായിട്ട് വെതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഇപ്പം തന്നെ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി കുറച്ച് ടൈമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വെള്ളമായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാൻ പോവാണേ. ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടറ്റോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാനൊന്ന് 5 മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടച്ചു വെച്ചതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് ഒന്ന് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് കുറച്ച് സവാള മാത്രം ചേർത്ത് കൊടുക്കും. സവാള ഒന്ന് സെറ്റ് ആവാനായിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുകയാണേ. അപ്പോൾ നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ.